ഗസയിൽ വെടിനിർത്തൽ കരാർ കരടായെന്ന ന്യൂയോർക്ക് ടൈംസ്. കരാർ പ്രാബല്യത്തിലാക്കുന്നതിൽ മധ്യസ്ഥർക്ക് ശുഭപ്രതീക്ഷയെന്നും അമേരിക്കൻ പത്രം റിപ്പോർട്ട് ചെയ്തു. പേര് വെളിപ്പെടുത്താത്ത US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ന്യൂയോർക്ക് ടൈംസ് വാർത്ത. വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സ്വാലി ചേരുന്നുണ്ട്. സ്വാലി, ഗുഡ് മോർണിംഗ്. ഈ യുദ്ധത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന് നെതന്യാഹു ആവർത്തിച്ച് പറയുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിന്റെ വാർത്ത വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് സ്വാലി? എന്താണ് വാർത്തയിൽ പറയുന്നത്? രേഷ്മ, പേര് വെളിപ്പെടുത്താത്ത US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഇങ്ങനെയൊരു വാർത്ത നൽകുന്നത്. 2 മാസത്തേക്കുള്ള വെടിനിർത്തൽ കരാറിൻ്റെ കരടായി എന്നതാണ് അതിൻ്റെ പ്രധാനമായ ഭാഗം. ആദ്യത്തെ 30 ദിവസം വെടിനിർത്തൽ നടപ്പാക്കുന്നു. ഈ സമയത്ത് വൃദ്ധരും രോഗികളും പരിക്കേറ്റവരുമായ ബന്ദികളെ, ഇസ്രായേലികളെ വിട്ടയക്കുന്നു ഹമാസ്. ഇതിനു പകരം 30 ദിവസം വെടിനിർത്തൽ നടപ്പാക്കുന്നു. പിന്നീടുള്ള 30 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ സംബന്ധിച്ച കൂടുതൽ ആലോചനകൾ ഈ സമയത്ത്, ആദ്യത്തെ 30 ദിവസത്തെ ഈ കരാർ സമയത്ത് കൂടുതൽ ആലോചനകൾ നടക്കുന്നു. ഇങ്ങനെയാണ് ഈ കരാറിൻ്റെ ഒരു വിശദീകരണമായി ഈ വാർത്തയിൽ പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമുക്ക് ഇതിനു ശേഷം ലഭ്യമായിട്ടില്ല. ഈ വാർത്തയ്ക്ക് ശേഷം നമുക്ക് ഹമാസിൻ്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. പക്ഷേ ഹമാസ് നേരത്തെ മുതൽ എടുത്തു വന്നിരുന്ന സ്റ്റാൻഡ്, ഒരു നിലപാടെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ പൂർണ്ണമായി അധിനിവേശം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ യാതൊരു വിധത്തിലുള്ള കരാറിനും തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഹമാസ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ ഹമാസിൻ്റെ ഈ ആവശ്യം സംബന്ധിച്ച് യാതൊരുവിധ വിശദീകരണവും ഈ വാർത്തയിൽ നിലവിൽ വന്നിട്ടില്ല. കരാറിൽ കൂടുതൽ എന്തെല്ലാം ഉണ്ട് എന്നത് സംബന്ധിച്ച് ഈ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല എന്നും ന്യൂയോർക്ക് ടൈംസ് പറയുന്നുണ്ട്. നേരത്തെ ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരം ചർച്ചകൾ നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിലാണ് ഇപ്പോൾ ഇത്തരമൊരു ചർച്ച നടക്കുന്നത്. US ആണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നത് എന്നതും വളരെ പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ ഖത്തർ അമീറുമായും ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയുമായും ബൈഡൻ ചർച്ച നടത്തിയിരുന്നു. US നേരിട്ട് ഇസ്രായേലുമായാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതേസമയം ഹമാസുമായി സംസാരിക്കുന്നത് ഖത്തറും ഈജിപ്തുമാണ്. പക്ഷേ ഈ കരാർ എപ്പോൾ നിലവിൽ വരുമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഇനി തീരുമാനമായി എന്നോ ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നില്ല. അതേസമയം ഇസ്രായേലിലേക്ക് വരുന്ന സമയത്ത് ഇസ്രായേലിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ ഭിന്നത മൂർച്ഛിക്കുകയാണ്. ഇന്നലെ തെരുവുകളിൽ കണ്ടത് വലിയ പ്രതിഷേധമാണ്. ബന്ദിമോചനവും അതോടൊപ്പം നെതന്യാഹുവിൻ്റെ രാജിയും ആവശ്യപ്പെട്ടാണ് ഇന്നലെ വ്യാപകമായി ജനം തെരുവിലിറങ്ങിയത്. പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളെ വ്യാപകമായി ഇസ്രായേലി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയും കണ്ടു. വലിയ തോതിൽ ബലപ്രയോഗമാണ് ഇവിടെ നടത്തിയത്. ഈ പോരാളികൾ, ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ഈ ബന്ദിമോചനവും നെതന്യാഹുവിൻ്റെ രാജിയുമാണ്. നെതന്യാഹുവിൻ്റെ മകനാണ് ഇത്തരത്തിൽ ബന്ദിയാക്കപ്പെട്ടിരുന്നതെങ്കിൽ നെതന്യാഹു ഇങ്ങനെയാണോ പ്രതികരിക്കുക തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധം നയിച്ചത്. മാത്രമല്ല, സ്ത്രീകൾ മാത്രമടങ്ങിയ പ്രതിഷേധത്തോടും വലിയ തോതിലുള്ള പോലീസ് നടപടിയാണ് ഈ പ്രതിഷേധത്തോടും ഉണ്ടായത്. മറ്റൊന്നുള്ളത് ഗസയിലെ സംഭവവികാസങ്ങളാണ്. ഗസയിലേക്കുള്ള സഹായം ഗസയിലേക്ക് സഹായം നൽകുന്ന, ഫലസ്തീനികൾക്ക് സഹായം നൽകുന്ന UN ഏജൻസി യുനർവയ്ക്കുള്ള ഫണ്ടിംഗ് US ഉം ബ്രിട്ടനും അടക്കം 9 രാജ്യങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് രേഷ്മ.